ഹലോ, ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ് ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, നോക്കാം അല്ലേ. അപ്പോൾ ഇതാ രാവിലത്തെ തുടക്കം എന്ന് പറയുന്നത് പാല് വാങ്ങിയിട്ട് വരുന്ന സീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ള ടൈമായിരുന്നു. പാല് വാങ്ങി വീട്ടിലെത്തുമ്പോഴത്തേക്കിന് നല്ല സൂപ്പർ മഴയും പെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:45 7 മണി ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്തൊന്നും മോള് എണീക്കലൊന്നുമില്ല. ഓൾ ഏകദേശം ഒരു 8:30 8 മണി ഈ ടൈമൊക്കെ ആവും. ആൾ നല്ല ഉറക്കമാണ് ഇപ്പോൾ. രാവിലെ എണീച്ചപാട് തന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന ശീലമുണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും. കട്ടനോ പാലോ എന്തായാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ചെറിയ എന്തെങ്കിലും സ്നാക്സ് ആയിട്ടുണ്ടെങ്കിൽ അതും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും. ഏകദേശം ആ ചായ കുടിക്കുന്ന നേരമാകുമ്പോഴത്തേക്കിനും മോൾ എണീക്കും. പിന്നെ ചായ കൂട്ടി അവളതായിട്ടുള്ള കളികളും അങ്ങനെയല്ലോ. ഈ ചായൻ്റെ കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ അലക്കൽ, അടിച്ച് വാരൽ അങ്ങനത്തെ ഓരോ പരിപാടികളായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. രാവിലെ ഈ ചായൻ്റെ ഒക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യാരൂസിനുള്ളത് TV കാണാമെന്നുള്ള ചടങ്ങാണ് കേട്ടോ. യൂട്യൂബിൽ അത് തായോട്ടാക്ക് മുള്ളോട്ടാക്ക് എന്നും പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കാർട്ടൂൺസ് അങ്ങനെ കണ്ടിരിക്കുകയൊന്നുമില്ല. ചാനൽ മാറ്റി 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 അങ്ങനെ വെക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസോ അതങ്ങനെ എന്തെങ്കിലും വെച്ച് കുത്തിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 10 മണിയാകുമ്പോഴത്തേക്കിന് ഇതാ നാസ്ത കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നാസ്ത കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി എന്ന് പറയുന്നത് പാത്രം തേക്കലാണ്. ഇത് തീരാത്ത പണിയാണ്. വീട്ടിൽ എപ്പോഴും ഉണ്ടാവും പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ല. എന്തായാലും ഒരു 3 4 നേരം പാത്രം കഴുകാനില്ലാണ്ട് ഉണ്ടാവില്ലല്ലോ. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് എന്തായാലും 3 നേരം പാത്രം ഉണ്ടാവും. അത് ഒരുപാടുണ്ടാവും എപ്പോഴും കഴുകാനും വേണ്ടിയിട്ട്. പിന്നെ ഇതാ പാത്രം കഴുകലും പരിപാടികളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാ അതുപോലെ വാഷ് ബേസിൻ കഴുകൽ, ബാത്റൂമിലുള്ള വാഷ് ബേസിൻ കഴുകൽ അങ്ങനത്തെ ഓരോ പണികളാണ് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ ചെറിയൊരു പണികളും കൂടി ഉണ്ടാവും കേട്ടോ. ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കിയത് ഞാൻ കിച്ചണിൽ വെക്കുന്നതാണ്. മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെടികളൊക്കെ കുഴിച്ചിടുക എന്ന് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഇതാ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാണ്ടിരുന്നു. അപ്പോൾ യാരൂസിനൊന്ന് ഒരുക്കുന്ന പണിയിലാണ് കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിടിച്ച് നിർത്തുക എന്ന് പറയുന്നത്. എന്തെങ്കിലും ചോക്ലേറ്റ് തരാനോ അല്ലെങ്കിൽ ഫോൺ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് നിർത്തുന്നതാണ്. അല്ലാണ്ട് ആൾ തല വെച്ച് തരുമൊന്നുമില്ല വാരാൻ വേണ്ടിയിട്ട്. ഗുഡ് നൈറ്റ്. ഏരാ എടുപ്പൊന്നേ കറ്റ പോന്നാ. അങ്ങനെ പോവാനെല്ലാം വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് കേട്ടോ. ആൾക്കതാ ഈ നെറ്റിൻ്റെ ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ എന്തെല്ലോ പറഞ്ഞിട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടതാണ്. എല്ലാ മക്കളും ഇങ്ങനെ ആയിരിക്കില്ലേ, നെറ്റിൻ്റെ ഒക്കെ ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ഇറിറ്റേഷനല്ലേ. അങ്ങനെ നമ്മൾ ഉച്ചൻ്റെ മുന്നായിട്ട് തന്നെ ടൗണിലെല്ലാം പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉച്ചക്ക് വെക്കുന്നത് വെള്ളരിയും ഉണക്കച്ചെമ്മീനും വെച്ചിട്ടാണ് ഒരു കറിയാണ് വെക്കുന്നത്. ആദ്യം തന്നെ വെള്ളരി ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2-3 പച്ചമുളകും ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഉപ്പേരിക്ക് വഴുതനയാണ് എടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുന്നുണ്ട്.
നമ്മൾ വഴുതന ഉപ്പേരി വെക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ കുഴഞ്ഞു പോകാറില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയൊരു ട്രിക്കാണ്. എല്ലാം അരിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് കുറച്ച് സമയം വെക്കും കേട്ടോ, മൂടി വെക്കും. അപ്പോൾ ഈ വഴുതനയിലുള്ള വെള്ളം എല്ലാം അങ്ങനെ ഊർന്ന് വരും. എന്നിട്ട് അത് ഒഴിവാക്കിയതിന് ശേഷമാണ് ഉപ്പേരിയാക്കി എടുക്കൽ കേട്ടോ. ഞാൻ ചെറിയൊരു ടിപ്പാണ് ഇത്. ഇനിതാ പൊരിക്കാൻ വേണ്ടിയിട്ട് മീൻ മുറിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. അരിയലും വെക്കലും വേവിക്കലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അതും പിന്നെ ഒരു പണിയാണ്. അങ്ങനെ പാത്രം കഴുകലെല്ലാം ഒന്നുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഉണക്കച്ചെമ്മീൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 2 കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറിയ സൈസ് ഉണക്കച്ചെമ്മീനാണ്, ഭയങ്കര പൊടിച്ചെമ്മീനാണിത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി ഊറ്റി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളരി ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച ആ ഉണക്കച്ചെമ്മീനില്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇടാത്തതായിരിക്കും കേട്ടോ നല്ലത്, കാരണം ഓൾറെഡി ഉണക്കച്ചെമ്മീനിൽ ഉപ്പ് ഉണ്ടാകുന്നതാണ്. ഇനി കുറച്ച് തേങ്ങ എടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മൾ നേരത്തെ ഉണക്കച്ചെമ്മീനെല്ലാം ഇട്ട് വെച്ചില്ലേ, അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നതിന് ശേഷം ഇത് ഇറക്കി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു വറവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഇതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കുക്കറിലൊക്കെ ആണെങ്കിൽ ഇതിനെക്കാട്ടിയും സ്പീഡിലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ അധികം എല്ലാം അടുപ്പിൽ തന്നെയാണ് വെക്കാറ്, വിറകുണ്ട്, അതുകൊണ്ട് അങ്ങനെ അടുപ്പിൽ തന്നെയാണ് വെക്കാറ്. ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറേ ടൈം ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ എല്ലാം അതിൽ തന്നെ വെക്കും. അത്രേ എമർജൻസി എന്തായെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഗ്യാസിലൊക്കെ വെക്കാറുള്ളൂ. അല്ലാത്ത ടൈം ഫുള്ള് നമ്മൾ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. അതിന് കറീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതാ ഉപ്പേരി വെക്കലാന്ന്. വഴുതന കടുക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഓൾറെഡി എന്തായാലും ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ പിന്നെ അതിലേക്ക് വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ഉപ്പേരി എല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം ഇതാ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിത് അവസാനമായിട്ടുള്ളൊരു വൃത്തിയാക്കലാണ് കേട്ടോ ഇത്. അതായത് നമ്മളിപ്പോൾ മീനെല്ലാം ഇവിടെ വെച്ചിട്ടല്ലേ മുറിച്ചത്, അപ്പോൾ പിന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സിങ്കും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകുക, വൃത്തിയാക്കുക. എത്ര ചെയ്താലും തീരാത്തൊരു പണിയാണല്ലേ ഇത്, പാത്രം കഴുകലും വൃത്തിയാക്കലെന്ന് പറഞ്ഞാൽ. എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെ, എത്ര കഴുകിയാലും തീരൂല. അങ്ങനെ ഈ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കിന് ഇതാ ചോറുന്നുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി ഇരുന്നിട്ടൊന്നും ഭക്ഷണം കഴിക്കലാന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് മഴയെല്ലാം കുറവുണ്ടായിട്ട് നമ്മൾ മുറ്റത്തെല്ലാം ആറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഏകദേശം അതെല്ലാം എടുക്കാൻ ടൈം ആയിട്ടുണ്ട്. അടുത്ത മഴ വരുന്നുണ്ട്, അതിന് മുമ്പായിട്ട് എല്ലാം എടുത്തിട്ടൊന്ന് പെറുക്കി വെക്കണം. മഴക്കാലമാകുമ്പോൾ ഇതൊരു പണി തന്നെയാണല്ലോ അല്ലേ, പുറത്തിടുക, അതേപോലെ തന്നെ അകത്തിടുക, പുറത്തിടുക, ഇതന്നെ ഒരു പണി. ഏകദേശം ഇതെല്ലാം കഴിയാനാകുമ്പോഴത്തേക്കിന് ഇതാ യാരൂസിന് ഉറങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആൾ ഉറക്കാന്ന്. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ ആൾ ഉറങ്ങും. അപ്പോഴത്തേക്കും നമ്മളും കുറച്ച് സമയമെല്ലാം കെടുക്കും കേട്ടോ. അങ്ങനെതാ യാരൂസ് ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മോനാണ്. അവനെ വലിയ കാര്യമാണ് യാരൂസിന്, ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടായി ചേട്ടായി എന്നെല്ലാം വിളിച്ചിട്ട് നടക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമ്മളിതാ വേനലായ സമയത്ത് നമ്മൾ ചെടിയെല്ലാം അവിടെ ഇവിടെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെയിൽ കൊള്ളുന്ന സ്ഥലത്തുനിന്ന് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അത് വേനൽക്കാലമായപ്പോൾ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയ സമയത്ത് അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് വെക്കുക എന്നുള്ളതാണ്. അതിന് അടുത്തൊരു പണി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അതെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്.
സമയം നമ്മളിതുപോലെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ യാരൂസിന് ഉറങ്ങണം കേട്ടോ. പുറത്തിറങ്ങിയതാ അതുപോലെ വെറുതെ നടക്കൽ, അങ്ങോട്ട് വലിക്കൽ ഇങ്ങോട്ട് വലിക്കൽ, നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്ന അതേപോലെ തന്നെ എടുത്ത് നടക്കൽ, ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ അവിടെ പണി എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈവനിങ്ങിലുള്ള കുറേ കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല എന്തായാലും കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മിസ്സായിപ്പോൾ. അങ്ങനെ ലാസ്റ്റ് ഇതാ യാരൂസ് ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ഉപ്പാനെ കൈനെ കൊണ്ട് തന്നെ മുടിയെല്ലാം കെട്ടണം എന്ന് പറഞ്ഞിട്ട് ആൾ വാശി പിടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയല്ലോ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.